മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സമൂഹം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു നിസ്കാരത്തിന് ഒരു കൂലിയേ ഉള്ളൂ. നമുക്ക് നിസ്കാരമുണ്ട്, ഒരു നിസ്കാരത്തിന് 10 കൂലിയുണ്ട്. ചില കാര്യങ്ങൾക്ക് 70 ഉണ്ട്, ചിലതിന് 70,000 ഉണ്ട്. നോമ്പിൻ്റെ കൂലി എത്രയെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് വരി ഞാനാണ്ട് തന്നോണ്ട് എന്ന് പറഞ്ഞേക്കാണ്. അതിനത്ര ഉണ്ട് എന്നർത്ഥം. അങ്ങനെയല്ല. എന്നാൽ മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും ഇങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹു തആല കൂലി കൊടുക്കും. കാലിൻ്റെ വിരലിൻ്റെ നഖം പോന്നാൽ വരെ നാളെ മശ്റയിൽ കൂലിട്ടും. ഒരു സ്ത്രീ ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലി കിട്ടും. സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിലാണ് ഷഹീദാകുന്നത്. വഹ്ശി എന്ന പേരായ ആളാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. ചാട്ടുളി എറിയുന്നതിൽ വിദഗ്ധനായിരുന്ന വഹ്ശി പാറക്കല്ലിന്റെ മറവിൽ മറഞ്ഞിരുന്ന് ഹംസ റളിയല്ലാഹു അൻഹു കുമ്പിട്ടപ്പോ ബാക്ക് എറിഞ്ഞു. ചാട്ടുളി കൊണ്ട ഹംസ റളിയല്ലാഹു അൻഹു വീണ് കിടന്നപ്പോ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് നെഞ്ച് കുത്തിക്കീറി പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരള് മാന്തിയെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. അങ്ങനെയൊക്കെയായാലും ഹംസ റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിൻ്റെ കൂലിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലിയാണ്. ശുഹദാക്കളിൽ വളരെയധികം പ്രസിദ്ധനായ ആളാണ് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. മക്കത്ത് ഷാരി ഷുഹദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഷുഹദാക്കളുടെ പേരിലുള്ള റോഡ്, ഒരു റോഡിൻ്റെ പേരാണ് ഷാരി ഷുഹദ. മക്കത്ത് പോയ ആൾക്കാർക്കറിയാം. ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ ഖബറുണ്ട് എന്നതാണ്. മദീനയിൽ നിന്ന് മക്കക്കാരായ ശത്രുക്കള് നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് 7 ഹാഫിളീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മദീനയുടെ അതിർത്തി കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ 6 ഹാഫിളീങ്ങളെയും ശത്രുക്കൾ കൊല ചെയ്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ താമസിപ്പിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു, ഖുബൈബേ, നിന്നെ വെറുതെ വിടാം. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന് പകരം എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. കഴുക് മരത്തിൽ കയറ്റിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം 90-ലധികം മുറിവുകൾ പറ്റി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോടെന്നില്ലാതെ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലൈക്കുമുസ്സലാം. സഹാബത്ത് ചോദിച്ചു, ആരോടാ നബിയെ സലാം മടക്കിയത്? അതിൽ പറഞ്ഞു, ഖുബൈബ് ഷഹീദായിട്ടുണ്ട്. ഖുബൈബിന്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത്. അതാണ് ഞാൻ സലാം മടക്കിയത് എന്ന് പറഞ്ഞു. എന്നാൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലിയാണ്. അങ്ങനെ ഈ തോനക്കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. മറ്റു ഉമ്മത്തുകൾക്കൊന്നും അതില്ല. ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കുത്തിബ അലൈക്കുമുസ്സിയാമു
കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ-ബഖറ 185. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി. മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തികൾക്കും നോമ്പുണ്ട്. പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലൈലത്തുൽ ഖദ്ർ ഇല്ല. ലൈലത്തുൽ ഖദ്ർ നമുക്ക് മാത്രമേ ഉള്ളൂ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ, മുൻകഴിഞ്ഞൊരു ഉമ്മത്തിനും ഇല്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2 ഉണ്ടിത്. 286 പറയുന്നത്. കണ്ണിന് കാഴ്ച പോയവരെ കൂലിട്ടും. ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള താരീഖ് ഇങ്ങനെ വായിച്ചു. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നിലവിൽ ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ഈജിപ്തിലെ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം ഒരു മരുഭൂമിയിലാണ്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ്. ആഫ്രിക്കയിൽ നിന്ന് ദീനിന്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഒരു കഫംപൊടിയും കയ്യിൽ കരുതിക്കോളിയാറും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചു, എന്തിനാണൊരു കഫംപുടാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്തായി. എന്താ പറയാൻ കാരണം എന്നറിയങ്ങള്? മഹാനായ സയ്യിദുന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ കാരണം? അള്ളാഹനെ ആദ്യം കാണാന്. കണ്ണിന് സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട്. പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ജലദോഷം ഉണ്ടായാൽ വരെ അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി ലഭിക്കും. മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളെ ആഖിറത്തിൽ കൂലിയുണ്ട്. ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ, അല്ലെ ഈ ജീവിതം പരാജയപ്പെടും. ചിലപ്പോൾ നമുക്ക് തോന്നും 5 വക്തും സുബഹി നിസ്കരിച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല റബ്ബേ. അപ്പുറത്തിൻ്റെ വേറെ ചങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പോട്ട് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓൻ്റെ പേര തട്ടുമല തട്ടുമായിട്ട് എവിടുക്കാ പതെന്ന് നമുക്ക് തോന്നും. മഷറയിൽ ചെന്നിട്ട് കണക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഹിയാ ഉലൂമുദ്ദീനിൽ ഒരു താരീഖ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു അസ്വസ്ഥത ഒന്നുമില്ലല്ലോ. അങ്ങോട്ട് നോക്കി. കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വർത്താനം നിർത്തും, അത് പ്രശ്നമാക്കണ്ട. അത് എനിക്ക് സ്ഥിരം ഉള്ള പരിപാടിയല്ലേ. ഒരു തുടക്കത്തിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും ഓൽക്ക്. അപ്പോലും എല്ലാം എങ്ങനെയാണ് സംസാരം നിർത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങും.
ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൂത്രമൊക്കെ നീച്ചു വരും, പിന്നെ അങ്ങോട്ട് വരാതിരിക്കും. അപ്പം അങ്ങനെ ഒരു ലേശം കഴിയുമ്പോൾ അങ്ങനെ ഉണ്ട് നമ്മൾ ഓല അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഒതുങ്ങൂല. ഓലാണ്ട് സ്വയം ഒതുങ്ങലേ വഴിയുള്ളൂ എന്നല്ല. അപ്പം അതിന് അസ്വസ്ഥത അവിടെ ഉണ്ടായിരുന്നാൽ മതി. ഇനി വല്ലാതെ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, അതാണ് വേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ, വർത്തമാനം പറയാതിരിക്കാനാണ് കേട്ടോ. എടാ കുട്ടികളെ, നിങ്ങളെ പറ്റിയിട്ട് അപ്പോൾ പറഞ്ഞത് മുണ്ടാതിരിക്കാനാണ് ഇവർ പറയണത് കേട്ടോ. ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരുന്നോളി. കുട്ടികളിവിടെ ഇരുന്നോട്ടെ, പോലെ നമുക്ക് ദ്വാരക്കാൻ ആവശ്യമുണ്ട്. വയസ്സന്മാരും കുട്ടികളുമാണ് ദ്വാൻ്റെ ഇജാബത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ. അതുകൊണ്ട് ഓല അവിടെ നമുക്ക് ആവശ്യമുണ്ട്, ഓല അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് വയസ്സ് പറയാം, എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരു യാനബി എല്ലാവരും മനസ്സറിഞ്ഞ് ചെല്ലണം. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അപ്പം അങ്ങനെ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ മഹാനവറുകളുടെ കണ്ണിന് കാഴ്ച പോയി എന്ന് കണ്ടു. ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു, മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു. ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് അബുൽ ഹസൻ അലി ഷാദുലി. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവില്ലേ, അൽക്കഫും സലാത്തും എന്നൊരു ഏട്. അൽക്കഫും സലാത്തും, അതിൽ പകുതി അൽക്കഫ് ബാക്കി ഒരു സ്വലാത്ത ഉണ്ടാകുക. ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ്. വെള്ളിയാഴ്ച നമ്മൾ ചെല്ലണ സ്വലാത്ത്. അതിൻ്റെ പിന്നിലൊരു താരീഖ് ഉണ്ട്. മഹാനവറുകൾ ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഒരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം അടിയിൽ കുറച്ചുണ്ട്, കിട്ടാനൊരു വയ്യൂല്ല, ബക്കറ്റൊന്നുമില്ല. അപ്പം ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു. അപ്പം മൂപ്പരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞ്, ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമല്ലേ ആയിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിനിങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ കിണറ്റിക്ക് ഒന്നിങ്ങനാണ്ട് ഊതി, ഉമിനീരിൻ്റെ ഒരു സ്പാർക്കിങ്, വെള്ളങ്ങൾ പൊന്തി വന്നു. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ അതിന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഏതായിരുന്നു ഇപ്പം റബ്ബേ ആ സ്വലാത്ത് എന്ന്. അതിലിങ്ങനെ ഇരുന്നും കണ്ടാണ്ട് എഴുതിയതാണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞ സ്വലാത്ത്. പക്ഷെ അന്ന് നമുക്കത് ഓതാൻ നേരമില്ല കേട്ടോ. നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇതിന് മുക്രി ബാങ്കാണ് കൊടുക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ജുമാക്ക് എന്നാൽ. പണ്ട് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ കുളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിക്കാണ് ജുമാക്ക് പോവുക. പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ ജുമാഅത്ത് പള്ളി വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണി 9:30 മണിക്കൊക്കെ ജുമാക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് 3 അൽക്കവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ എത്ര നേരത്തെ ചെന്നാലും നമ്മൾ ചെന്നങ്ങാണ്ട് അൽക്കഫിൻ്റെ ഏട് കൊണ്ട് എടുക്കുമ്പോൾ അതിന് മുക്രികാക്ക വാങ്കട് കൊടുക്കും. മൂപ്പർക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കോ പോകാണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാട്ടലുണ്ടാ തോന്നുക. ഒരു അൽക്കഫ് ഓതാൻ അയക്കൂലെന്ന്, അപ്പോൾ ഇതിന് വാങ്ങി കൊടുക്കന്നെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ. എന്തായാലും പണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പല പള്ളിയിലും ഏട് തന്നെ ഇല്ല. ചെല്ലണില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏട്? നിങ്ങൾ പോയി നോക്കി, പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് പാത്തിച്ച ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ 30 ദിവസമുള്ള മുസാഫ് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഇക്കാരം വെച്ചിട്ടുണ്ടാകുക. അതെന്തിനാ? അതിന് വേറൊരു പണിയുണ്ട്. അത് റമദാൻ മാസത്തിൽ ഒന്ന് മറിച്ചു വെക്കാനുള്ളതാണ്. അത് ഓതാനുള്ള ഒന്നല്ല. റമദാൻ മാസത്തിൽ ആദ്യത്തെ റമദാൻ 1 അന്ന് ദുഹുർക്ക് വന്നിട്ട് ആ പലക ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഫിന് മറിച്ചിങ്ങാണ്ട് ഒരു തുടങ്ങലുണ്ട്. അതിനുള്ളതാണ്. അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ 25,000 വരല്, പിന്നെ അതിൻ്റെ ഇടയിൽ വരലില്ല. അങ്ങനെയൊക്കെയാണ്. അതിനുള്ളൊരു മുസാഫ് ഉണ്ടാവും. അവിടെ അൽസ്കോഫിൻ്റെ ഏട് സ്വലാത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പഴയത് എവിടെയും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഷാദുലി ഇമാമിൻ്റെ ഉസ്താദാണ് അതിൻ്റെ ആൾ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അടങ്ങാറായ നാരിയ സ്വലാത്തും ഇല്ലല്ലോ. ഷാദുലി ഇമാമിൻ്റെ മുരീദാണ് നാരിയ സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദലായിലുൽ ഖൈറാത്ത് ഷാദുലി ഇമാമിൻ്റെ. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു,
അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറഞ്ഞത് ഷാദുലി റളിയല്ലാഹുവിന്റെ നേരെ ശിഷ്യനാണ്. അവരുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹുവിന് ബുർദവൈത്ത് എഴുതിയത്. ഷാദുലി ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യൻ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹുവിന് ജീവിതകാലം മുഴുവനും ഖിദ്മത്തെടുത്ത് കൂടെ നടന്നു ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു, മോനെ അനക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദോരക്കണം എന്ന് കരുതുന്നുണ്ട്, എന്താ ദോരക്കണ്ടെന്ന് ചോദിച്ചു. പെണ്ണുങ്ങളെ എടി നിങ്ങൾ വർത്താനല്ലല്ലോ പറയണേ? അല്ലല്ലോ അല്ലല്ലോ വർത്താനല്ലല്ലോ? അല്ല 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 പോലെ കാലുമെന്ന് അച്ഛണ്ടായതാണ്. ഇനി കാലുമെന്ന് അച്ഛണ്ടാകണ്ട കേട്ടോ. നേരെ ഇരിക്കുക, അവിടെ ഒന്ന് അടങ്ങിയിരിക്കി. 5 ആളും സ്ഥലം ജയിക്കാൻ അവിടെ ഇരിക്കും. സിബിട്ടാളി തുറക്കരുത്. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ശിഷ്യനായ ഇമാം ബൂസൂരിയോട് ഒരിക്കൽ ചോദിച്ചതാണ്. കുറേ കാലം ഇങ്ങനെ ഒപ്പം ഖിദ്മത്തെടുത്ത് നടന്നപ്പോൾ ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദ്വാരക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബെയ്ത്ത് എഴുതണം. ഖിയാമത്ത് നാൾ വരെ ഞാൻ എഴുതിയ ബെയ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടില്ല. അങ്ങനെ തോരുന്നു. എന്നിട്ട് എഴുതിയതാണ് ബുർദവൈത്ത്. അന്ന് തുടങ്ങിയതാണ് ബുർദ അല്ലല്. ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുർദവൈത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒക്കെ ഇമാം ഷാദുലി റളിയല്ലാഹുവിന്റെ വഴിയിലാണുള്ളത്. മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു നാളെ സ്വർഗത്തിൽ കൂലി നൽകും. 120 വരികൾ ഈ മുസ്ലിം ഉമ്മത്ത് നാളെ സ്വർഗത്തിലേക്കുണ്ടാകുമെന്നും അതിൽ 90 വരികളും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. ആകെ സ്വർഗത്തേക്ക് മൊത്തം പോകുക 120 വരി ആൾക്കാരാണ്. അതിൽ 90 വരിയും എൻ്റെ ഉമ്മത്തും, 30 വരി ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളുടെ ഉമ്മത്തുമാണ്. എല്ലാ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ 1,23,999 നബിമാര് വേറുണ്ട്. ഒക്കെ കൂടിയും കൂട്ടിയാൽ 30 വരി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് 90 വരി. നാളെ മഹ്ശറയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമ്മൾക്കാകുന്നു. എന്നാൽ ലോകത്തൊരുപാട് ഉമ്മത്ത് കഴിഞ്ഞു പോയതിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ളതും ഞമ്മക്കാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടം തന്നെ 1000 കൊല്ലമുണ്ട്. 950 കൊല്ലം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ഇസ്ലാമിക പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട്. ജീവിതം ഇലാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞ നബിമാരും അവരുടെ ഉമ്മത്തുകളും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കൂടുതൽ ഇബാദത്തെടുക്കാൻ കഴിയുന്നത് നമുക്കാണ്. അതുകൊണ്ട് എല്ലാ ഫളായിലുകളിലും കൂടുതൽ ശ്രദ്ധ പതിക്കണം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണേ. നമുക്ക് മാത്രമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം. നിസ്കാരം മുൻകഴിഞ്ഞു പോയ പല ഉമ്മത്തിനുണ്ട്, പക്ഷെ ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മാതിരി 5 നേരത്തെ നിസ്കാരം അല്ല എന്ന് മാത്രം, നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുൻകഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമാകുന്നു ബാങ്കുള്ളത്. ഫളായിലുകളെ കൂടുതൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ഫറള് നിസ്കാരം ബാങ്ക് ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിക്കരുത്. അത് നമുക്ക് മാത്രമേ ഉള്ളതാണ്. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ബാങ്ക് ഇഖാമത്തും അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്കരിക്കുക എങ്ങനെ വെച്ചാൽ ഒതുണ്ടാക്കി ചെന്നുകൊണ്ട് വേഗം അല്ലാഹു അക്ബർ അങ്ങനത്തെ വരട്ടെ, ബാങ്ക് ഇഖാമത്തും കൊടുക്കൂല. നിസ്കാരം എല്ലാവർക്കും ഉണ്ട്, നിസ്കരിച്ചണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ബാങ്ക് ഇഖാമത്തും എന്തായാലും കൊടുക്കണം. വലിയ ഫളായിലുള്ളതാണ് ബാങ്ക് ഇഖാമത്തും. ബാങ്ക് ഇഖാമത്തും ഒരാൾ കൊടുത്താൽ അവന് ഈമാൻ ഇല്ലാതെ മരണപ്പെടേണ്ടി വരൂല. ബാങ്ക് ഇഖാമത്തും പിശാചിൽ നിന്ന് കാവൽ തേടുന്നതാണ്. ബാങ്ക് ഇഖാമത്തും ശഫാഅത്തിനെ നിർബന്ധമാക്കുന്നതാണ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അശ്രദ്ധയായി കൈകാര്യം ചെയ്യുന്ന ദുആ ബാങ്കിന് ശേഷമുള്ള ദുആയിക്കാരെന്നാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജതർ റഫീഅത വബഅസുഹു മഖാമൻ മഹ്മൂദൻ الذي വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന ദുആ ഒരാൾ നടത്തിയാൽ വജബത് ലഹു ശഫാഅതിഹി ഹബീബുനാ റസൂലുള്ളാഹി, അവൻ എൻ്റെ ശഫാഅത്തിനെ നിർബന്ധമാക്കി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് ഇഖാമത്തും കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിട്ടും. ഒരാളൊരു വെള്ളിയാഴ്ച ജുമക്ക് പോയാൽ അവന് 10 ജുമൻ്റെ കൂലിട്ടും. ആ വെള്ളിയാഴ്ചയിലെ ജുമ ഒരാൾ തലമറച്ച് നിസ്കരിച്ചാൽ 70 ജുമൻ്റെ കൂലിട്ടും. ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ 10 ളുഹറിൻ്റെ കൂലിട്ടും. അത് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ 24 ഇരട്ടി കൂലി വേറെ കിട്ടും. അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിയാണ്. ഈ ഇരിക്കണേൽ ഇപ്പം നിക്കരിച്ചാത്തത് ആരും ഉണ്ടാവും എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക്. ജുമാക്ക് പോകാത്ത ആരും ഇപ്പം ഇതിലുണ്ടാവില്ല. ജുമാക്ക് പോകാത്തൊരു ഏതായാലും മജ്‌ലിസുകളുടെ വാർഷികത്തിന് വരൂലല്ലോ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. ലേശം കുറവുള്ളത് കാരണന്മാരാണ്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. കാരണം അല്ലേ, എനിക്കിങ്ങനെ തോന്നി അങ്ങനെയാണ്. ഉണ്ട് കുറവ്. കാരണന്മാർ ഇവിടെ കുറവാന്ന് പറഞ്ഞാൽ വന്നത് കുറവെന്നല്ല, അതായത് നാട്ടിൽ കുറവെന്നല്ലല്ലോ. എന്തായാലും ഓലൊക്കെ വേണം. വയസ്സായവരും കുട്ടികളും ദുആന്റെ ഇജാബത്തിന് വളരെ പ്രധാനമാണ്. അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം.